വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മുരാരി ബാബു അന്തരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നതാണ്. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനടക്കം വിധേയനായിട്ടുള്ളതാണ്. 3 മാസമായി അർബുദബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അമൃത ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അന്ത്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് അറസ്റ്റിലാവുകയും 90 ദിവസത്തിനു ശേഷം സ്വാഭാവിക ജാമ്യം ലഭിക്കുകയും ചെയ്തതാണ്. അഖിൽ കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിവരങ്ങൾ അഖിൽ. മുരാരി ബാബു അങ്ങനെ അതായത് ശബരിമല സ്വർണ്ണ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തു വരികയും ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച അതായത് ഇന്നലെ രാത്രിയോടുകൂടി അമൃത ആശുപത്രിയിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. 3 മാസമായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. അദ്ദേഹം മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിരുന്നു. ശബരിമലയുടെ ഫെസ്റ്റിവൽ അങ്ങനെ വിവിധങ്ങളായ ചുമതലകളിൽ വഹിച്ചു വന്നിരുന്ന വ്യക്തിയാണ്. അതിനിടയിലാണ് ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്ന FIB സംഘം കണ്ടെത്തുകയും അതിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തുടർന്നുള്ള നടപടികളിലേക്ക് കൊണ്ടുതന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ED അടക്കം പരിശോധനയ്ക്കെതിരെ പരിശോധന നടത്തുന്നതടക്കം നമ്മൾ കാണുകയും ചെയ്തിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. അമൃത ആശുപത്രിയിൽ വെച്ചായിരുന്നു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അറിയിച്ചത്. അഖിൽ കെ ആണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു അന്തരിച്ചു എന്ന വാർത്തയാണ് നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത്. 3 മാസമായി അദ്ദേഹം അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. അമൃത ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് അറസ്റ്റിലാവുകയും 90 ദിവസത്തിനു ശേഷം സ്വാഭാവിക ജാമ്യം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും ചെയ്തതാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു.